ആ മലർന്നുള്ളി പുതിയൊരു തലമുറ അങ്ങേ പൂക്കളമണിയിച്ചേക്കാം. ആ മധുകൊണ്ടൊരു മണിവണ്ടി ചിറകിൻ വീണയിൽ മീട്ടിപ്പാടാം ഞാനിന്നിവിടെ പാടും പോലെ. പ്രിയകവി ശ്രീ വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓണമുറ്റത്ത് എന്ന മനോഹരമായ കവിതയിലെ ഇരടികളാണിവ. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂടെ നിറച്ച് വിറച്ചേ നിൽക്കുകയല്ലോ മേടകൾ തോറും എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. മലയാളക്കരയുടെ ഓണത്തിൻ്റെ ധന്യതയെക്കുറിച്ചാണ് കവി പാടുന്നത്. പ്രകൃതി മുഴുവനും ഓണനാളുകളിൽ ഉണർന്നു നിൽക്കുകയാണ്. അതിന് കാരണവും കവി കണ്ടെത്തുന്നുണ്ട്. ആർപ്പു വിളിക്കുവിനുണ്ണികളെ അലകടലെ, മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറുകന്യകളെ, നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. ഇതുപോലൊരു അതിഥി നമുക്കിനി വരാനില്ല. ഉഷസ് ഓണക്കോടി ഉടുത്തിട്ടുണ്ട്. മലയാളത്തറവാടിൻ്റെ അങ്കണമണിവീടത്തിൽ ഇരുത്തുകയാണ് അരജനക്കവി. താൻ പഴയൊരു പുള്ളുവനാണ് എന്നും പായും കുടയും നെയ്യുന്നവനാണ് എന്നും പുഞ്ചകൾ കൊയ്യുകയും കറ്റകൾ മെതിക്കുകയും ചെയ്യുന്നവർക്ക് കരളിന് ആനന്ദമേകുന്ന നാടൻ കവിതകൾ പാടിയിരിക്കുന്നവനാണ് എന്നും കവി സ്വയം തിരിച്ചറിയുന്നു. ഓണക്കാലത്ത് ഉണരും ഞാൻ തിരുവോണപ്പാട്ടുകളൻ പാട്ടുകൾ എന്ന് നിസ്സന്ദേഹം പറയുകയും ചെയ്യുന്നു. ഒരു പക്ഷേ പഴമയെന്ന് ചിലർ തള്ളിപ്പറഞ്ഞേക്കാം. ഇവരറിയുന്നീല എന്നഭിമാനം. ശുദ്ധോദാരനായിരുന്നു മഹാബലിമന്നൻ. ഒടുവിൽ കനിവ് കുരുക്കായി മാറി. പുതിയ യുഗത്തിൽ വീണ്ടും മാനവഹൃദയ സിംഹാസനത്തിലേക്ക് ആ ധർമ്മപ്പെരുമാൾ വന്നേക്കാം. അന്നേക്ക് താനുണ്ടാകില്ല എന്നും കവിക്കറിയാം. എങ്കിലും തന്നെ അടക്കിയ മണ്ണിന്മാറിൽ ഒരു ഓമൽ പൊൻപൂവുണ്ടാകും. ആ മലർന്നുള്ളി പുതിയൊരു തലമുറ അങ്ങേ പൂക്കളമണിയിച്ചേക്കാം. ആ മധുവുണ്ടൊരു മണിവണ്ടി ചിറകിൻ വീണയിൽ മീട്ടിപ്പാടാം ഞാനിന്നിവിടെ പാടും പോലെ എന്ന് കവി പ്രത്യാശിക്കുകയും ചെയ്യുന്നു.